ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് തന്നെ കിടക്കാല്ലേ. തുടങ്ങുമ്പോൾ തന്നെ അത് കാണിക്കുന്ന നമ്മുടെ നന്ദുവിൻ്റെ കൂട്ടുകാരിനെയാണ് കേട്ടോ. അങ്ങനെ നന്ദു അല്ല, നന്ദുവിന്റെ കൂട്ടുകാരി അനിയെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും നന്ദു പറയാണ്, അതൊന്നും ശരിയാവില്ലടി, എനിക്ക് അവനോട് വലിയ താല്പര്യമൊന്നും ഇല്ലാന്ന് പറയപ്പം, ദേ വെറുതെ നീ എന്നോട് ഇങ്ങനെ നോട പറയരുത് കേട്ടോ, നമ്മൾ രണ്ടുപേരും സമപ്രായക്കാരാണ്, നിന്റെ മനസ്സ് നന്നായിട്ട് വായിക്കാൻ എനിക്കറിയാം. അല്ല പോട്ടെ, നിന്നെ ഒരു ദിവസം അവനൊരു 30 തവണയെങ്കിലും വിളിക്കുന്നുണ്ട്, നീ എടുക്കുന്നില്ല, അതുകൊണ്ട് മാത്രമാണ് അത് മിസ് കോളായി പോകുന്നത്. അല്ല, ഇനി ഒരു പക്ഷേ അവൻ ഒരു ദിവസം നിന്നെ വിളിക്കാതിരുന്നാൽ അപ്പൊ അറിയാം നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന്. നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്നും മനസ്സിലാക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് നിന്നെ കുറിച്ച് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നീ അനിയെ ഇഷ്ടമല്ല, എനിക്ക് അനിയെ കാണുന്നത് വെറുപ്പാണ്, ഞാൻ അവനെ സ്നേഹിക്കുന്നില്ല എന്നൊന്നും എൻ്റെ മുഖത്ത് നോക്കി പച്ചക്കള്ളം പറയരുത് കേട്ടോ നന്ദു എന്നിങ്ങനെ കൂട്ടുകാർ പറയാം. അപ്പോഴത്തേക്കും നന്ദുവിന് തന്നെ അറിയാം, നന്ദുവിന് ഒരു ചെറിയ ഇഷ്ടമുണ്ടല്ലോ. അപ്പൊ ആ ഒരു സീനാണ്. അപ്പൊ അതിനിടയ്ക്ക് നന്ദു പറയുന്നുണ്ട്, പിന്നെ ഞാനിപ്പോ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല, എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടുത്തെ ട്രെയിനിങ് പൂർത്തിയാക്കിയിട്ട് എനിക്ക് ഒരു SI ആയിട്ട് കയറണം, അത് മാത്രം ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. ആയിക്കോട്ടെ, ഞാനേ അതൊക്കെ ഇങ്ങ് വിശ്വസിച്ചു എന്നാ കൂട്ടുകാരി പറയാണ്. ഇത് കഴിഞ്ഞ് നേരെ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നവ്യനെയാണ്. നവ്യ നിൽക്കുമ്പോഴത്തേക്കും ജലജ നവ്യയുടെ അടുത്തേക്ക് വന്നിട്ട് പറയാ, നീ ഇവിടെ നിന്നോ, നിന്റെ കൊച്ചവിടെയേ മലന്ന് കിടപ്പുണ്ട്, ആരും കളിപ്പിക്കാനില്ലാതെ. ഒരുത്തേനെ അവിടെ എല്ലാവരും മാറി മാറി കൊഞ്ചിച്ചും ലാളിച്ചും ഇരിക്കുകയാണ്, നിനക്കറിയാമോടി, നിന്റെ കുട്ടിക്ക് കിട്ടാനുള്ള സ്നേഹമാടി ഇപ്പൊ എവിടെന്നോ വലിഞ്ഞു കയറി വന്ന അവക്ക് കിട്ടുന്നത്. ഇവിടെ എല്ലാവർക്കും അവളെയാണ് കാര്യം, അവളെയാണ് കൊഞ്ചിക്കുകയും ലാളിക്കുകയും ചെയ്യുന്നത്. നിന്റെ കുട്ടീനെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഇത് കേട്ട് നമ്മുടെ നവിക്ക് ദേഷ്യം വന്നിട്ട് നവി പറഞ്ഞു, ദേ ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ, എൻ്റെ കുട്ടി ഇവിടെയുള്ളവ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം. നിന്റെ കുട്ടീനെ ഇവിടെയുള്ള എല്ലാവർക്കും ഇഷ്ടമാണ്, അത് എനിക്കും അറിയാം. പക്ഷെ പറയേണ്ട കാര്യം പറയാതിരിക്കാനൊന്നും ഈ ജലജയ്ക്ക് പറ്റത്തില്ല. ജലജ കണ്ടതാണല്ലോ, ജലജ ഇപ്പൊ കണ്ടിട്ടാ വരുന്നത്. അവിടെ ഒരു തീനെ എടുത്ത് ഒക്കെ തിരുത്തി കൊഞ്ചിക്കുകയും കഥ പറയുകയും പാട്ടുപാടുകയൊക്കെ ചെയ്യുന്നത് മുത്തച്ഛനും മുത്തശ്ശിയും നിന്റെ. എന്തായിരുന്നു? ഓ, നിന്റെ വിചാരം നിന്റെ കുഞ്ഞിനെ ഇപ്പം എല്ലാവരും കൂടെ താഴത്തും തറയിലും വെക്കാതെ എടുത്തോണ്ട് നടക്കുന്നല്ലായിരുന്നോ? അങ്ങനെ ഒരു വിചാരം എനിക്കും ഉണ്ടായിരുന്നു, എൻ്റെ മോന്റെ കുഞ്ഞിനെ എല്ലാവരും സ്നേഹിക്കണമെന്ന്. വെറുതെ അടി ഇല്ലടി, അതിനെ ആരും നിന്റെ കുഞ്ഞിനെ സ്നേഹിക്കാൻ പോകുന്നില്ല. ഇപ്പൊ ഇവിടെ എല്ലാവർക്കും ചന്തുമോളുണ്ടല്ലോ, ചന്തുമോള്, നിന്റെ ചേച്ചിക്ക് സഹിതം നിന്റെ കുട്ടീനെ ഇഷ്ടമാണോടി. നിന്റെ കുട്ടിയെക്കാളും നിന്റെ ചേച്ചിക്കെന്നല്ല, സോറി അനിയത്തിക്കെന്നട്ടോ, അനിയത്തിക്ക് ഇഷ്ടം ആരെയാണെന്നറിയാമോ? അതും ചന്തുമോളയാടി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജലജ അങ്ങ് പോവാണ്. പരമാവധി എരിവ് കുത്തിക്കയറ്റി വെച്ചിട്ടോ എന്നിട്ടാണ് അങ്ങ് പോകുന്നത്. എന്നിട്ട് മാറി നിന്നിട്ട്, എടി നിന്നെയും നിന്റെ അനിയത്തിനെയും കുത്തി തിരിച്ചൊരു പരുവാക്കൂടി, നിന്റെ അനിയത്തിൽ നിന്ന് നിന്നെ ഞാൻ അകച്ചൂടി, പണ്ട് നിങ്ങൾ എങ്ങനെയിരുന്നോ അങ്ങനെ ആയിരിക്കൂടി ഇനി ആകാൻ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് ജലജ അങ്ങ് പോയി. ഏതായാലും നവ്യക്ക് ഇതങ്ങോട്ട് മനസ്സിൽ തട്ടിയിട്ടോ. നവ്യ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയോടും പറയാണ്, നിങ്ങളീ കാണിക്കുന്നൊന്നും ശരിയല്ല കേട്ടോ, എൻ്റെ കുട്ടി വന്നിട്ട് അതിനൊന്ന് കൊഞ്ചിക്കാനും ലാളിക്കാനും നിങ്ങൾക്ക് സമയമില്ലല്ലോ, പ്രത്യേകിച്ച് മുത്തശ്ശൻ്റെ കുട്ടീനെ ഇതുവരെ ഒന്ന് എടുത്തിട്ടുണ്ടോ? അപ്പോഴത്തേക്ക് മുത്തശ്ശൻ പറഞ്ഞു, അത് പിന്നെ നവ്യേ, നീ എന്ത് വർത്താനാ നവ്യ പറയുന്നത്? ആ കുഞ്ഞു കുട്ടീനെ ഞാൻ എങ്ങനെ എടുക്കാനാ? എനിക്ക് വലിയ എടുത്ത് ശീലമൊന്നും ഇല്ലേ, എനിക്ക് ഇവിടെയുള്ള മക്കളെ തന്നെ എടുത്ത് ശീലമില്ല, നേരത്തെ പോലും ഞാൻ എടുത്തിട്ടില്ല, വസന്തര എല്ലാ കുഞ്ഞുങ്ങളെയും എടുക്കുന്നത്, വസന്തര നിന്റെ കുഞ്ഞിനെ എടുക്കുന്നുണ്ടല്ലോ, പിന്നെ നിന്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞ് എന്നൊന്നും പറയണ്ട, ആ കുഞ്ഞ് ഇവിടെ എല്ലാവരുടെയും കുഞ്ഞാ. എനിക്കും കൂടെ അങ്ങനെ തോന്നണ്ടേ? എൻ്റെ കുട്ടിക്ക് കിട്ടേണ്ട സ്ഥാനം ഇപ്പൊ ഇവിടെ വേറൊരു കുട്ടി കൊണ്ടുപോവാണല്ലോ, എവിടെന്നോ വലിഞ്ഞു കയറി വന്ന കുട്ടി. അതെ, ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ അനിയത്തി അവളെ മകളായിട്ട് അംഗീകരിച്ചു, അതൊക്കെ ശരിയാണ്, പക്ഷെ അവളെ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പോഴും അവള് ആദർശേട്ടൻ്റെ അവിഹിതത്തിലുണ്ടായ കുഞ്ഞാണെന്ന് തന്നെയാണല്ലോ അറിയപ്പെടുന്നത്, അതൊരിക്കലും മാറാനും പോകുന്നില്ല. എൻ്റെ അനിയത്തിക്ക് തലയ്ക്കോളം, അതുകൊണ്ടാണ് അവൾ ആ കുട്ടീനെ സ്വന്തം മോളെ പോലെ എടുത്ത് ഒക്കത്ത് വെച്ചിരിക്കുന്നത്. അവളുടെ തലയ്ക്ക് മുന്തു ഭ്രാന്ത. ഈ സ്ഥാനത്ത് ഞാനെങ്ങാനും ആയിരുന്നെങ്കിലേ ഒരിക്കലും ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അഭിനെ ഞാൻ എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ചേനെ. സത്യം
സത്യം പറയാലോ മുത്തശ്ശ, എനിക്കിപ്പോൾ ആദർശേട്ടനെ കാണുന്ന അറപ്പും വെറുപ്പും ഒക്കെ തന്നെയാണ്. ഇതുപോലൊരു മനുഷ്യൻ എങ്ങനെ എങ്ങനെ എൻ്റെ അനിയത്തിനെ ചതിക്കാനായിട്ട് തോന്നി? പാവം എൻ്റെ അച്ഛനും അമ്മയും ഒരുപാട് സങ്കടപ്പെട്ട ഇവിടുന്ന് പോയത്, അതൊക്കെ നിങ്ങൾ കണ്ടതല്ലേ. എന്നിട്ടും പിന്നെ എങ്ങനെ തോന്നുന്നു ആ കുട്ടീനെ തലയിലേറ്റി ചുമന്നുകൊണ്ട് നടക്കാന്? ഞാൻ ഒരിക്കലും ആ കുട്ടിക്ക് ആ പരിഗണന കൊടുക്കില്ല. എൻ്റെ അനിയത്തിയുടെ കുഞ്ഞ് എന്നുള്ളൊരു പരിഗണന ആ കുട്ടിക്ക് ഞാൻ ഒരിക്കലും കൊടുക്കൂല. അവൾ എൻ്റെ അനിയത്തിയുടെ കുഞ്ഞുമല്ല. എത്ര എത്ര നടന്നാലും ഉപ്പോളം വരില്ലല്ലോ ഉപ്പിലിട്ടത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് നമ്മുടെ നവ്യ അങ്ങ് പോവാണ്. അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറഞ്ഞു, ഇത് കണ്ടിട്ട് പ്രഷർ കൂട്ടിയിട്ട് ഒരു കാര്യമില്ല വസന്തരെ. ഇവക്കിപ്പോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് അഭിയും ജലജയും കുത്തിവെച്ച് തോന്നിപ്പിക്കുന്നതാണ്. പിന്നെ ഇവക്കിപ്പോ ഇങ്ങനെ തോന്നുന്നതിൽ അതിശയിക്കാനും ഇല്ല. ഇപ്പൊ നായനെ അംഗീകരിച്ച പോലെ ഇവള് കുട്ടീനെ അംഗീകരിക്കണമെന്നില്ലല്ലോ. മാത്രമല്ല തൻ്റെ അനിയത്തിയുടെ ജീവിതം നശിപ്പിച്ചു ആദർശം എന്നുള്ളൊരു ചിന്തയെ അവളുടെ മനസ്സിലിപ്പോ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഒരു ചെവി കൂടെ കേട്ടു മറു ചെവി കൂടെ കളഞ്ഞാൽ മാത്രം മതി എന്ന് വസന്തരയോട് പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും വസന്തരെ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, ഒരു ചെവി കൂടെ കേട്ട് ഒരു ചെവി കൂടെ കളയുന്നത് തന്നെ നല്ലത്, അല്ലാതെ ഇതൊക്കെ നമ്മൾ മനസ്സിൽ എടുത്തു വെച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് ഇവരങ്ങ് പോകുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ചന്തുമോളാണെങ്കിൽ നമ്മുടെ അനന്തപത്മനാഭന്റെ അടുത്ത് വന്നിട്ട് രാരാരോ രാരീരോ കുഞ്ഞുറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞ് പാട്ടുപാടാണ് തൊട്ടിലാട്ടി. കുട്ടികളാണല്ലോ, അങ്ങനെയൊക്കെ തോന്നൂല്ലോ. അപ്പൊ ഇങ്ങനെ ചന്തുമോൾ ഇങ്ങനെ പാട്ടുപാടി ഉറക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് നവ്യ അങ്ങോട്ടേക്ക് കയറി വരിക. നവ്യ നോക്കുമ്പോൾ തൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ തൊട്ടിലിട്ട് പാട്ടുപാടി നമ്മുടെ ചന്തുമോൾ ഉറക്കുന്നു. നവ്യ കയറി വന്നിട്ട് പറഞ്ഞു, അതേ മോളെ മോളെ ഇനി ഈ റൂമിൽ കയറണ്ട കേട്ടോ. മോള് ഇവിടെ കയറുന്നത് എൻ്റെ കുട്ടിയെ ലാളിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ നല്ല സ്വഭാവത്തിലാണ് പറയുന്നത്, ദേഷ്യപ്പെടാതെയാണ് പറയുന്നത്, സ്നേഹത്തോടു കൂടിയാണ് പറയുന്നത്. എനിക്ക് ഈ മുറിയിൽ മോള് കയറുന്നത് ഇഷ്ടമല്ല. മോള് വേറെ ഏത് മുറിയിൽ വേണമെങ്കിലും കയറിക്കോ. എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ കൊഞ്ചിക്കാനായിട്ട് ഇനി ഇതിനകത്ത് വന്നു പോകരുത്, എൻ്റെ കുട്ടിയെ കളിപ്പിച്ചും പോകരുത് എന്നിങ്ങനെ പറഞ്ഞപ്പം നമ്മുടെ ചന്തമോൾ ഒത്തിരി സംസാരിക്കുമൊന്നുമില്ല. ചന്തമോൾ പറഞ്ഞു ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ തല കുലുക്കിയിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പം ചന്തുമോള് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ചെല്ലുന്നത് നമ്മുടെ നയനെ ഇങ്ങനെ കയറി വരികയാണ്. അപ്പം നയന ചന്തുമോള് ചെന്ന് നയനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചപ്പോൾ നയനെ ചോദിച്ചു, എന്ത് പറ്റി ചന്തുമോളെ, എന്താ പറ്റിയത്? അത് പിന്നെ എന്നാ കൊട്ടി പറയുന്നല്ല, കുട്ടി ഒന്നും മിണ്ടുന്നില്ല. അപ്പോഴത്തേക്കും നവ്യ പറഞ്ഞു, ദേ ഇവളെ എൻ്റെ അനന്തപത്മാവനെ ആട്ടി ഉറക്കാൻ വരിക. ദേ ഞാനൊരു കാര്യം പറയാം, എൻ്റെ കുട്ടിയെ ആട്ടി ഇറക്കിയ ലാസ്റ്റ് ഞാൻ ആട്ടി ഇവിടെ നിന്ന് ഇറക്കി വിടുന്നത് ഇവളെ ആയിരിക്കും. ഇവള് നിന്റെ കൊച്ചൊക്കെയാണെന്ന് നീ പറയുന്നു, പക്ഷെ അത് നീ പറയുന്നതല്ലേ, നിന്റെ രക്തത്തിൽ പിറന്ന കൊച്ചൊന്നും അല്ലല്ലോ നയനായത്. അതുകൊണ്ട് തന്നെ ഇവളെ അംഗീകരിക്കാനും എനിക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. ഇവള് നിന്റെ കൊച്ചായിരിക്കാം, നിന്റെ ഭർത്താവിന്റെ അവിഹിതത്തിൽ ഉണ്ടായതാണെങ്കിലും ഇവള് നിന്റെ കൊച്ചാണെന്ന് നീ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അംഗീകരിക്കില്ല, എനിക്ക് അങ്ങനെ നോക്കി കാണേണ്ട കാര്യമില്ല. നിന്റെ കുട്ടിയായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇതിനെ സ്നേഹിച്ചേനെ, ഒരുപക്ഷെ എന്നല്ല ഞാൻ ഇവളെ സ്നേഹിച്ചേനെ, എൻ്റെ കുഞ്ഞിനെ പോലെ തന്നെ. പക്ഷെ ഇവള് നിന്റെ കുട്ടിയല്ലല്ലോ. അത്രത്തോളം കാലം എനിക്ക് ഇവളെ സ്നേഹിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് നയനെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, പരമാവധി ഇവളെ എൻ്റെ മുമ്പിൽ കൊണ്ടുവരരുത്. ഇവളെ കൊണ്ടുവരാതെ നീ എങ്ങോട്ടാണെന്ന് വെച്ചാൽ മാറ്റി കൊണ്ടുപോകുകയോ ലാളിക്കോ എന്ത് വേണം വെച്ചാൽ ചെയ്തോ. പിന്നെ നിനക്കിപ്പം ഇതാണല്ലോ വലുത്, അല്ലാതെ എൻ്റെ കുട്ടിയല്ലല്ലോ. നീ ഒന്ന് ഓർത്തോണം, നിന്റെ ചേച്ചിയുടെ കുട്ടിയാണ് എൻ്റെ കുട്ടി. ഇവളുമായിട്ട് നിനക്ക് യാതൊരു ബന്ധവുമില്ല. എത്രമാത്രം അമ്മ ഉമ്മ എമ്മ എന്ന് പറഞ്ഞാലും രക്തബന്ധമൊന്നും ഇല്ലല്ലോ. പക്ഷെ എൻ്റെ കുട്ടിയായിട്ട് അങ്ങനെയല്ല. എന്നിട്ട് പോലും എൻ്റെ അനന്തപത്മനാഭനെ നീ ഒന്ന് എടുക്കുകയോ കൊഞ്ചിക്കുകയോ ലാളിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇതൊക്കെ കേട്ടോണ്ട് നിന്നിട്ട് നമ്മുടെ നയന പറഞ്ഞു, എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ചേച്ചി സത്യം പറഞ്ഞാൽ ഒരു പൊട്ടിയായി പോയല്ലോ. ചേച്ചിയുടെ കുട്ടിയെ ഇവിടെ ആർക്കും ഇഷ്ടമല്ല എന്ന് ചേച്ചിയോട് ആരാ പറഞ്ഞത്? ഇവിടെ എല്ലാവർക്കും അനന്തപത്മനാഭനെ ഇഷ്ടമല്ലേ? പിന്നെ ചന്തുമോൾക്ക് കൊടുക്കുന്ന സ്ഥാനം അതെന്താണെന്ന് ചേച്ചിക്ക് അറിയാലോ. പിന്നെ എന്തിനാ ചേച്ചി ഈ കുട്ടിയുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഏത് കുട്ടിയാണെങ്കിലും ആരാണെങ്കിലും സംസാരിക്കേണ്ടത് ആരുടെ മുഖത്ത് നോക്കി ഞാൻ സംസാരിക്കും. ഞാൻ പറഞ്ഞു, ഇവളെ ഇനി മേലാലെ എൻ്റെ റൂമിനകത്തേക്ക് കടത്തി വിടരുത്. എൻ്റെ കുട്ടിയെ ഇവളെ ലാളിക്കുകയും കൊഞ്ചിക്കുകയും ചെയ്യേണ്ട കാര്യമില്ല. അതിനോട് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നയനി അങ്ങാകത്തേക്ക് കയറി പോയിട്ടോ, നവ്യ അങ്ങാകത്തേക്ക് കയറി പോയിട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ നയന ചന്തുമോളോട് പറഞ്ഞു, മോള് വിഷമിക്കണ്ട കേട്ടോ. ഈ ചേച്ചിയെ ഇല്ല ഈ ആന്റിയെ ഇച്ചിരി കുറുമ്പിയാണ്. ഈ ആന്റിക്ക് മോളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ അതിനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഈ ആന്റി എന്തെങ്കിലും പറഞ്ഞാൽ മോള് വിഷമിക്കൊന്നും വേണ്ട. ദേ മോൾക്ക് അമ്മയുണ്ടല്ലോ, ദേ ഈ അച്ഛനുണ്ടല്ലോ എന്ന് പറഞ്ഞ് ആദർശന്റെ അടുത്തേക്ക് എടുത്തോണ്ട് പോവാണ്. അങ്ങനെ ആദർശന്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് ആദർശോട് പറഞ്ഞു, മോളെ നമ്മുടെ പത്മനാഭനെ ഒന്ന് ലാളിക്കുകയും കൊഞ്ചിക്കുകയും ചെയ്തതിനെ ഇപ്പം നവ്യാന്റി മോളെ വഴക്ക്
വഴക്ക് പറഞ്ഞു. ആണോ മോളെ നവ്യ ആന്റി വഴക്ക് പറഞ്ഞു? സാരില്ല കേട്ടോ, മോക്ക് ഈ അച്ഛനില്ലേ, ഈ അമ്മയില്ലേ? അല്ല നയന, ഇനി ഇനി ഞാൻ ഇവളെ എന്തിനാ മാറ്റി നിർത്തുന്നത്? സത്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ, പിന്നെ എനിക്ക് ഇവളെ മാറ്റി നിർത്തേണ്ട ഒരു കാര്യമില്ല. എനിക്കിപ്പം ഈ കുട്ടിയോട് സ്നേഹം മാത്രമേ ഉള്ളൂ. ഇവൾ എൻ്റെ മോള, നമ്മുടെ മോള, ഇവളെ നമുക്ക് അങ്ങനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നയനയും പറഞ്ഞു. അത് ഞാൻ നേരത്തെ ആദർശേട്ടനോട് പറഞ്ഞതാണല്ലോ. ആദർശേട്ടനാണല്ലോ ഒരകൽച്ച കുഞ്ഞിനോട് കാണിച്ചത്. ഇനി എനിക്ക് ഈ കുഞ്ഞിനോട് ഒരകൽച്ചയില്ല. ഇവൾ എൻ്റെ സ്വന്തം മോള് തന്നെയാ. ബാ, നമുക്ക് ഇവളുമായിട്ടൊന്ന് പുറത്തു പോവുകയും ചുറ്റിക്കറങ്ങുകയൊക്കെ ചെയ്യാം. ആരെങ്കിലും ചോദിച്ചാലും ഇവൾ എൻ്റെ മോളാണെന്ന് പറയാനുള്ള ധൈര്യം ഇപ്പൊ എനിക്കുണ്ട്. അതിനുള്ള ധൈര്യം ഉണ്ടായി എനിക്കിപ്പം. അതുകൊണ്ട് നമുക്ക് കുട്ടിയായിട്ട് പുറത്തു പോകാമെന്ന് പറഞ്ഞ് എന്താണ് ചെയ്യുന്നത്? നമ്മുടെ നയനയുമായിട്ട് കുട്ടിയുമായിട്ട് ആദർശ് പുറത്തു പോവാണ്. അപ്പൊ ആദർശ് ആദ്യം പോകുന്നത് വേറെ എങ്ങോട്ടേക്കും അല്ല കേട്ടോ, നമ്മുടെ ആരെയാ, അനഘയെ കാണാനാണ്. അപ്പൊ കുട്ടി അനഘയെ കാണിക്കാമല്ലോ. അപ്പൊ ആ വീട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ അനഘ അനങ്ങാതെ ഒന്നും മിണ്ടാനും കഴിയാതെയൊക്കെ ഇങ്ങനെ കിടക്കാണ്. അപ്പോഴത്തേക്കാണ് നമ്മുടെ ഇവരങ്ങോട്ടേക്ക് ചെന്നതും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അനഘയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആദർശ് പറഞ്ഞു, കുട്ടിയുമായിട്ട് കുറച്ചു നേരം അനഘ സംസാരിക്കട്ടെ, നമ്മള് ഒരു ഡിസ്റ്റർബൻസ് ചെയ്യണ്ട, നമുക്ക് അങ്ങ് മാറാം, ഇവര് കുട്ടി അമ്മയും മോളും കൂടെ തമ്മിൽ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇവര് മാറി അങ്ങ് പോവുകയാണ് കേട്ടോ. കുറച്ചു നേരം സംസാരിച്ചിട്ടൊക്കെയാണ് അങ്ങ് മാറി പോകുന്നത്. അനഘയോട് പറയുന്നുണ്ട്, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇപ്പൊ ഞാനാണ് കുട്ടിയുടെ അച്ഛൻ, നയനയാണ് കുട്ടിയുടെ അമ്മ, അതുകൊണ്ട് അനഘ ഒന്നുകൊണ്ടും പേടിക്കണ്ട, കുട്ടി സേഫ് തന്നെയാണ്. പിന്നെ ആരാണ് യഥാർത്ഥ അച്ഛൻ എന്നൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് കുട്ടിയുടെ മുമ്പിൽ വെച്ച് ഞങ്ങളിപ്പോൾ പറയുന്നില്ല, എങ്കിലും പോട്ടെ, സാരമില്ല. നിങ്ങൾ സംസാരിക്കുന്നല്ല, നിങ്ങൾ അമ്മയും മോളും കൂടെ കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരിക്കുന്നു പറഞ്ഞിട്ട് അവരുടെ ഒരു പ്രൈവസി കൊടുത്തിട്ട് ഇവരങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പോവാണ് കേട്ടോ. ഇതിന് ശേഷമാണ് നമ്മുടെ നവ്യനെ കാണിക്കുന്നത്. നവ്യ ആണെങ്കിൽ കണ്ണാടിയിലൊക്കെ നോക്കി ഇങ്ങനെ ഒരുങ്ങി പിറക്കി ഇരിക്കുമ്പോഴത്തേക്കും പുറകില് നമ്മുടെ അഭി വന്നിട്ട് സൗന്ദര്യം വർദ്ധിപ്പിക്കുവാണോ എന്നിങ്ങനെ ചോദിക്കാണ് കേട്ടോ. ഒരു ചെറിയ റൊമാൻസോടൊക്കെ കൂടിയാണ് നമ്മുടെ അഭി അടുത്തേക്ക് വരുന്നത്. അല്ല, 10-25 വയസ്സല്ലേ നിനക്കായുള്ളൂ, ഒരു കുഞ്ഞ് ജനിച്ചിട്ടും അത്ര പ്രായമായി എന്നൊന്നും പറയത്തില്ല കേട്ടോ. വെറുതെ എന്നെ സുഖിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയൊന്നും പറയണ്ട. അല്ല, ഞാൻ മറന്നുപോയി, ഇതുവരെ ഒരു ബ്രാഞ്ചിന്റെ ചുമതല അഭിക്ക് തന്നില്ലല്ലോ. അത് തരില്ലല്ലോ, ഒരു തീരുമാനം എടുക്കില്ലല്ലോ, അത് എന്റെ കാര്യമായി പോയില്ലേ. എന്നെക്കാളും ഇളയവന അനി, അവന് 3 ബ്രാഞ്ചാ കൊടുത്തിരിക്കുന്നത്. അത് നിനക്കറിയാലോ നവ്യ, അത് കൊടുക്കാൻ വലിയ ആവേശമല്ലായിരുന്നോ? ദേ, എന്ന് വെച്ചാല് മുത്തച്ഛനെ കൊണ്ട് അതൊക്കെ ചെയ്യിക്കും ആദർശ്. അതേ, അറിയാലോ, എന്നും അവന് പ്രിയപ്പെട്ടവൻ അനിയാണല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ നവി പറഞ്ഞു, അനിയുടെ സ്വഭാവവും അത്രയ്ക്ക് നല്ലതല്ല, ആദർശനെ കണ്ട് വളർന്നല്ലേ, അതുകൊണ്ട് ഇപ്പൊ എന്തായി, അവന് കല്യാണം കഴിഞ്ഞിട്ട് നന്ദുവിന്റെ പിന്നാലെ നടക്കുകയല്ലേ, ഒരു ഭാര്യയുള്ള കാര്യം പോലും ആലോചിക്കാണ്ട്. അതൊന്നും പറഞ്ഞു തിരുത്താൻ ഇവിടെ ആരുമില്ല മോളെ നവ്യ. ആദർശ തെറ്റ് ചെയ്താലും അനി തെറ്റ് ചെയ്താലും അവരെ ന്യായീകരിക്കാൻ ഒരുപാട് പേരുണ്ട്. ഈ അഭി ഒരു തെറ്റ് ചെയ്യട്ടെ, എനിക്കൊരു സ്ഥാനക്കയറ്റം നൽകാതെ പറഞ്ഞിട്ട് ഇപ്പൊ പറഞ്ഞതായിട്ട് പോലും ആരും ഓർക്കുന്നില്ല. അതങ്ങനെ വെറുതെ വിട്ട പറ്റില്ല അഭി, നിനക്ക് തരാന്ന് പറഞ്ഞത് തരണം. നീ ഇപ്പൊ ഒരു കുട്ടിയുടെ അച്ഛനാണ്. ഇനിയിപ്പം അനന്തപുരി ട്രസ്റ്റിൽ എല്ലാവരും അംഗങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതിന്റെ തലപ്പത്തിരിക്കുന്നത് നിന്റെ ഏട്ടനാ. അങ്ങേരുടെ സ്വഭാവം അത്രയ്ക്ക് ശരിയുമല്ല. അതുകൊണ്ട് തന്നെ തീരുമാനങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് എടുക്കണം. മുത്തച്ഛന്റെ കാലശേഷം എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് പോലും പിന്നെ പറയാൻ പറ്റത്തില്ല. ട്രസ്റ്റിൽ അംഗങ്ങൾ ആയവർക്ക് ദേ അർഹതപ്പെട്ടത് കൊടുത്ത് പറ്റൂ നവ്യ. അത് എന്തെങ്കിലും ഒരു കാലത്തല്ലേ കിട്ടത്തുള്ളൂ, അല്ലാതെ ഇന്ന സമയത്ത് കിട്ടുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ആർക്ക് എന്ത് കൊടുക്കുന്നു തീരുമാനിക്കേണ്ടത് ആദർശേട്ടനും അല്ലേ. നായരുടെ ഭർത്താവായി പോയി, അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല. ഇല്ലെങ്കിൽ ഞാൻ നല്ല പൊളിച്ച വർത്താനം പറഞ്ഞേനെ. അല്ല നവ്യ, നീ കാര്യമായിട്ട് നീ ഒന്ന് മുത്തശ്ശനോട് സംസാരിക്കുക, നമ്മുടെ ആവശ്യമായിട്ട് പറ, എന്റെ ആവശ്യമായിട്ട് പറയണ്ട, എങ്കിലല്ലേ എന്തെങ്കിലും നടക്കത്തുള്ളൂ. ഇത് ഞാൻ കുറച്ച് ദിവസമായിട്ട് നിന്റെ മുത്തശ്ശനോട് പറയാന്ന് കരുതിയതാ. പിന്നെ മുത്തശ്ശന്റെ മുഖത്ത് നോക്കി ഇതൊക്കെ പറയാൻ ചെറിയൊരു പേടി. അതിന്റെ ഒന്നും ഒരു കാര്യമില്ല. നമുക്കിപ്പോ ഒരു കുഞ്ഞുള്ള കാര്യം മുത്തശ്ശന് അറിയാവുന്നതല്ലേ. പിന്നെ നീ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാല് അത് പരിഗണിക്കാതിരിക്കാൻ മുത്തശ്ശന് പറ്റില്ല. മുത്തശ്ശൻ പറയും, എന്നാ പിന്നെ നീയും വാ, നമുക്ക് ഇപ്പൊ തന്നെ മുത്തശ്ശനെ കാണാം, ഇപ്പൊ തന്നെ നമുക്ക് പറയാം, ഇത്തരം കാര്യങ്ങൾ ഇനിയും മാറ്റി വെക്കുന്ന അത്രയ്ക്ക് നല്ലതല്ല, വാ നമുക്ക് പോയി പറയാം എന്നും പറഞ്ഞുകൊണ്ട് അഭിയുടെ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ് നമ്മുടെ നവ്യ. എങ്ങോട്ടേക്ക്? മുത്തശ്ശനോട് കാര്യങ്ങളൊക്കെ പറയാന്. ഏതായാലും അഭി മുത്തശ്ശന്റെ അടുത്ത് പോയി നിവർന്ന് നിൽക്കുന്നത് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഒരിക്കലും നിവർന്ന് നിൽക്കില്ല. അങ്ങനെ അഭിക്ക് നിവർന്ന് നിൽക്കാൻ പറ്റില്ല. കള്ളത്തരത്തിന്റെ മേൽ കള്ളത്തരവും കുടുംബത്തരവും കാണിക്കുന്ന അഭി മുത്തശ്ശന്റെ അടുത്ത് നിന്ന് സത്യങ്ങളൊക്കെ വിളിച്ചു പറയാൻ തയ്യാറാവുമോ? അത് മാത്രമല്ല, ഇനിയിപ്പം ഇത്രയും കള്ളത്തരം ചെയ്തു വെച്ചതും പോരാഞ്ഞിട്ട് ഇനിയിപ്പം 3 ബ്രാഞ്ച് ഏൽപ്പിക്കണം പോലും. അല്ല, ഒരു ബ്രാഞ്ച് ആണെങ്കിലും ഏൽപ്പിക്കാൻ പറ്റുമോ അഭിനെ? അങ്ങനെ മുത്തച്ഛനെ ഏൽപ്പിക്കുമോ? അപ്പൊ എല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെയാണ്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ.